അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ബ്ലൗസിന്റെ സ്ലീവ് കട്ടിംഗ് ആണ്. ആ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എത്രയാണോ സ്ലീവിന്റെ ഇറക്കം നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഒപ്പം നമ്മളൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോൾ എത്രയാണോ ആം ഹോൾ പ്ലസ് തയ്യൽ തുമ്പ് നമ്മൾ തുണിയുടെ വിട്ടെടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു 3 ഇഞ്ചിലാണ് കുഴിച്ച് വെട്ടാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഷേപ്പ് വരച്ചതിന് ശേഷം നമ്മുടെ സ്ലീവ് പോർഷൻ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ താഴെ സ്ലീവിന്റെ വണ്ണം എന്ന് പറയുന്നത് എത്രയാണോ കൈയിന്റെ വണ്ണം വരുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തുണി കറക്റ്റ് ആണോ തികയോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ആ സ്ലീവ് വെക്കുന്ന ആ ഭാഗത്ത് ആം ഹോളിന്റെ നമ്മുടെ ബോഡിയുടെ ആം ഹോളിന്റെ ഏരിയയും കൂടി വെച്ച് നമ്മളൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. താഴത്തെ വണ്ണം എത്രയാണോ അതേ പ്ലസ് തയ്യൽ തുമ്പാണ് നമുക്ക് കൈയിന്റെ വണ്ണം താഴെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട് പോർഷൻ കൈയിന്റെ കുഴിച്ചു വെട്ടും. അതിനായിട്ട് നല്ല വശവും തുണിയുടെ നല്ല വശവും ചേർത്ത് വെക്കുക. അല്ലെങ്കിൽ പൊട്ടവശവും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ സ്ലീവിന്റെ ഒരു സൈഡ് 1/4 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കുഴിച്ചു വെട്ടുക. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശമായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ പൊട്ടവശവും ഇട്ടിട്ട് വേണം നമ്മൾ സ്ലീവ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ആ പോയിന്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിച്ച് വെട്ടിയ ഏരിയ അറിയാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു അടയാളം കൊടുത്തിടുക. അപ്പൊ നമ്മൾ സ്ലീവും ബോഡിയും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ കുഴിച്ചു വെട്ടിയ ഭാഗമാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോളിന്റെ അവിടേക്ക് നമുക്ക് വരേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പട്ട വെട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് പട്ടയ്ക്കുള്ള തുണി ഇതിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് തുണി ഇതേപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഫോൾഡ് വശമായിട്ടാണ് നമുക്ക് പട്ട കട്ട് ചെയ്യാൻ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പട്ട അറ്റാച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ പട്ട തയ്ക്കുമ്പോൾ രണ്ടും ഒരേ സൈഡിലേക്കായിട്ട് തല തിരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഫോൾഡ് വശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ഇനി ഞാനിവിടെ എൻ്റെ പട്ടയുടെ നീളം എനിക്ക് വേണ്ടത് 3 ഇഞ്ച് 2.5 3 അങ്ങനെയാണ് എൻ്റെ പട്ടയുടെ ഒരു ബ്ലൗസ്. അളവ് ബ്ലൗസിൽ എനിക്ക് വരുന്ന ഒരു നീളം എന്ന് പറയുന്നത് 3, 2.5, 3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ് 3.5, 3, 3.5 ആ ഒരളവിൽ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് നമുക്ക് എത്രയാണോ പട്ടയുടെ ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും പട്ട മാർക്ക് ചെയ്തെടുക്കാൻ. ഇനി അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ വേസ്റ്റിന്റെ പോർഷനാണ് താഴെ നമുക്ക് വരിക. ഒരിക്കലും ചെസ്റ്റിന്റെ പോർഷൻ ഒന്നല്ല, നമുക്ക് പട്ടയുടെ താഴത്തെ ആ വീതി എന്ന് പറയുന്നത് നമുക്ക് വേസ്റ്റിന്റെ ഭാഗത്താണ് നമുക്ക് പട്ട വരുന്നത്. അപ്പൊ നമ്മൾ ആ വേസ്റ്റിന്റെ ഭാഗം എത്രയാണോ പ്ലസ് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതേപോലെ ഞാൻ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടു. അതിനുശേഷം 1/4 ഇഞ്ചിൽ നമുക്ക് ഓൾറെഡി അവിടെ ഒരു എക്സ്ട്രാ ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ, ആ തുണി എപ്പോഴും നമ്മൾ അവിടെ കരുതിയിരിക്കണം. ഇനി അതിനുശേഷം ഞാനിവിടെ 3.5, 3, 3 അങ്ങനെയാണ് ഇപ്പോൾ പട്ട ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇതേപോലെ വരച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് വരച്ചു, നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു. നമ്മുടെ വേസ്റ്റ് എത്രയാണോ 4 ഭാഗം പ്ലസ് തയ്യൽ തുമ്പ് ഇത്രയും മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ മുകളിലേക്ക് ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നേരെ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ബോഡി പോർഷൻ ടക്കിട്ട ബോഡി പോർഷനിൽ ഇതും കൂടി ജോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് തുണി ഈ പട്ടയുടെ തുണി നമുക്ക് തികയാണ്ട് വരും. ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് കാണിക്കുകയാണ്. ഈ ടക്ക് നമ്മളൊന്ന് അടിച്ചു കഴിഞ്ഞിട്ട് പിടിച്ചു വരുമ്പോൾ ബാലൻസ് ഉള്ള തുണി പോയതിനു ശേഷം നമുക്ക് അവിടെ എത്രത്തോളം തുണി ഉണ്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി അറിയാം. അപ്പൊ നമ്മുടെ പട്ടയുടെ നീളം എത്ര വേണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പട്ട കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ 2 സെറ്റ് പട്ടയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ടോട്ടല് ഒരു സൈഡിലേക്ക് 3 കഷ്ണമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ 6 കഷ്ണം പീസാണ് നമുക്ക് ശരിക്കും വേണ്ടത്. ഇപ്പൊ എനിക്ക് ഫോൾഡ് വശം കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ അടുത്തതും ഫോൾഡ് വശം ഇട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഫോൾഡ് ആയിട്ടുള്ള അടുത്ത 2 പീസും കൂടി ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക.
ഇനിയിപ്പോൾ നമുക്ക് ഫോൾഡ് വശം തന്നെ വെച്ചിട്ട് നമുക്ക് 3 പീസ് പട്ട ഈ ഒരു തുണിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ 3 പീസ് നമുക്ക് ഫോൾഡ് ആയിട്ട് തന്നെയാണ്. അപ്പം നമുക്ക് തയ്ക്കാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഇതെല്ലാം നമ്മൾ ഒരേപോലെ ഒന്ന് വെട്ടിയെടുത്ത് മാറ്റുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കഴുത്തിലേക്ക് ക്രോസ് പീസ് ആവശ്യമുണ്ട്. ഇനി ക്രോസ് പീസ് വേണം. അതുപോലെ തന്നെ ഹുക്കിന്റെ ഭാഗത്തേക്ക് വെക്കാനുള്ള പട്ട, അതിന്റെ പട്ടയുടെ പീസ് വേണം. അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസിന്റെ ബാക്ക് വശത്ത് നമുക്ക് അടിച്ചു മറയ്ക്കാൻ ഒരു പീസും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതിനുള്ള കഷ്ണങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പീസ് വെച്ച് ബാക്ക് പോർഷൻ ബ്ലൗസിന്റെ താഴ്വശം അടിച്ചു മറയ്ക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലൗസിന്റെ ഇറക്കം ബാക്ക് വശമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുക. അപ്പം ഇറക്കത്തിന്റെ ഒപ്പം 13 ഇഞ്ചോ 14 ഇഞ്ചോ ആണ് നമ്മുടെ ബ്ലൗസിന്റെ ഇറക്കം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം 1 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിന്ന് ആ 1 ഇഞ്ചിന് പകരം നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പീസ് ഇല്ലാണ്ട് തന്നെ നമുക്കത് മടക്കിയടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തുണി ഇറക്കം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ചെയ്യുന്ന മെത്തേഡ് പോലെ ഒരു പീസ് വെച്ച് നമുക്ക് അടിച്ചു മറയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ 1 ഇഞ്ച് മതി തയ്യൽ തുമ്പ്. ഇപ്പൊ പീസ് വെക്കണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് ഇറക്കത്തിന്റെ ഒപ്പം 2 ഇഞ്ച് എടുക്കാം. ഇപ്പൊ ഇതിൽ നമ്മൾ ക്രോസ് പീസ് ഒക്കെയാണ് ഇപ്പൊ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള തുണിയൊക്കെ നമുക്ക് ഇതിന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ള പീസൊക്കെ നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാണെങ്കിൽ കൂടി നമ്മൾ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ബ്ലൗസിന് അടിച്ചു കൊടുക്കുന്നത്. എപ്പോഴും വേറെ പീസ് വെക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ബ്ലൗസിന്റെ തന്നെ അതേ കളറുള്ള ക്ലോത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ എന്ന് പറയുന്നത്.